അഭിലാഷ് ജോസഫ്, എങ്ങനെ ഇരിക്കുന്നു ജീവിതം കാര്യങ്ങളൊക്കെ? വീടിന്റെ മേളിലൊന്നും കയറിയിരിക്കുന്നില്ലല്ലോ. സന്തോഷം. എനിക്കിപ്പോ പേടിയാ ഇനി വീടിന്റെ മേളിലൊക്കെ കയറിയിരിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ. എനിക്കൊരു ലൈഫ് ട്രീ അക്കാഡമി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. എന്താണ് ആ ഓർഗനൈസേഷൻ ലക്ഷ്യം? കൗൺസിലേഴ്സിന്റെ ട്രെയിനേഴ്സിന്റെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ്. ഓക്കെ, ലൈഫ് ട്രീ. ലൈഫ് ട്രീ അക്കാഡമി ഓരോരുത്തരും ചലിക്കുന്ന മരങ്ങളായി മാറി മറ്റുള്ളവർക്ക് തണലായി മാറുക. ശരിക്കും ആ ഒരു കോവിഡിന്റെ സമയത്താണ് പലർക്കും പ്രശ്നം വന്ന ആ കോവിഡിന്റെ സമയത്താണ് നമ്മൾ ലൈഫ് ട്രീ അക്കാഡമി തുടങ്ങുന്നത്. ശരിക്കും അതിന്റെ ഒരു ഓർഗനൈസേഷൻ, ഒരു കൂട്ടായ്മയാണ്. അപ്പം അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ലേൺ ടുഗെദർ, ഗ്രോ ടുഗെദർ, സെലിബ്രേറ്റ് ടുഗെദർ. പുതുതായിട്ട് പഠിക്കാം, ഒന്നിച്ച് വളരാം, ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ സാർ പറഞ്ഞ അനീഷ്മാൻ സാറൊക്കെ ഞങ്ങൾ ഒന്നിച്ചുള്ളതാണ്. അപ്പം നമുക്ക് ചിരിക്കാൻ 1000 കാരണങ്ങളും കരയാൻ 100 കാരണങ്ങളും. ഞാൻ ഈ കരയാനുള്ള 100 കാരണങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് കരയാനും പ്രശ്നങ്ങളേ ഉള്ളൂ. അതേസമയത്ത് തന്നെ എനിക്ക് ചിരിക്കാനുള്ള 1000 കാരണങ്ങളിലേക്ക് അല്ലെ എൻ്റെ ബ്ലെസ്സിങ്ങിലേക്ക് കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന കൗമാരക്കാരുടെ ഇടയിലാണ്. കൗമാരക്കാരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ പ്രഷർ, കോമ്പറ്റീഷൻ, ഡിപ്രഷൻ, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അവർ മത്സരിക്കുമ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻ്റെ കാര്യം പറയുമ്പോഴും ഇപ്പം തിങ്കളാഴ്ച ഞാൻ തോറ്റേക്കാം, ചൊവ്വാഴ്ച ഞാൻ ജയിക്കും. ഇനി ചൊവ്വാഴ്ച ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ബുധനുണ്ട്, വ്യാഴമുണ്ട്, വെള്ളിയുണ്ട്, ശനിയുണ്ട്, ഞായറുണ്ട്. ഈ ആഴ്ച ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് ജയിക്കാൻ പറ്റും. ശരിക്കും ഒരു പ്രതീക്ഷയുള്ള ഒരു കൗമാരത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈഫ് ട്രീ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഏതാണ്ട് 1000കണക്കിന് ആളുകൾ ഇപ്പം നമ്മുടെ ഫോറത്തിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ ഒരു പ്രോഗ്രാം ഉണ്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് പ്രോഗ്രാം. ഒരാൾ അതിൻ്റെ അകത്തൊരു ക്ലാസ് എടുക്കും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ വളർച്ചയെ പറ്റി. ഓൺലൈനാണ്, ഓൺലൈൻ സൂമില്. അൻസാറേ, ഈ ഓൺലൈനിൽ ഒന്ന് കയറണം കേട്ടോ.